നൈജീരിയയിലെ ക്രിസ്ത്യാനികൾക്കെതിരായ ഭീഷണികളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ US നിയമസഭാംഗമായ റൈലി മൂർ ആശങ്ക പ്രകടിപ്പിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പിന്റെ പ്രസ്താവനകൾ ഉദ്ധരിച്ച് സാഹചര്യത്തെ മതപരമായ പീഡനമെന്ന് അദ്ദേഹം വിലയിരുത്തി. നൈജീരിയയിലെ ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശങ്ങളെക്കുറിച്ചുള്ള ചർച്ച പരിഹരിക്കണമെന്ന് മൂർ കഴിഞ്ഞ ദിവസം എക്സിൽ കുറിച്ചിരുന്നു. നൈജീരിയയിലെ ക്രൈസ്തവർ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്നുവെന്നതിൽ എന്തെങ്കിലും സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ചർച്ച ഇവിടെ അവസാനിപ്പിക്കണമെന്നും ഇത് ഭൂമി വിനിയോഗത്തെക്കുറിച്ചോ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചോ ഇടതുപക്ഷം ഉന്നയിക്കുവാൻ ആഗ്രഹിക്കുന്ന മറ്റേതെങ്കിലും വാദത്തെക്കുറിച്ചോ അല്ല. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ നമ്മുടെ സഹോദരന്മാർ നേരിടുന്ന പീഡനമാണിതെന്ന് വ്യക്തമാണെന്നും അദ്ദേഹം എഴുതി. അദമാവ സംസ്ഥാനത്തെ ഒരു ക്രിസ്ത്യൻ ഗ്രാമം തീയിലാഴ്ത്തുന്നതായി കാണിക്കുന്ന ഒരു ചിത്രം ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രവിശ്യ പുറത്തുവിട്ടതായി പ്രചരിച്ച പോസ്റ്റുകളോട് പ്രതികരിക്കുകയായിരുന്നു മൂർ. നൈജീരിയയിലെ എല്ലാ ക്രിസ്ത്യാനികളും നിയമപ്രകാരമുള്ള തങ്ങളുടെ ലക്ഷ്യങ്ങളാണെന്നും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ടോ ജിസിയ നികുതി നൽകിക്കൊണ്ടോ അവർക്ക് ജീവൻ രക്ഷിക്കാൻ അവസരമുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രസ്താവനയും ചിത്രത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഈ അവകാശവാദങ്ങളെ പരാമർശിച്ചുകൊണ്ട് മൂർ ഇപ്രകാരം എഴുതി: മതം മാറിയാൽ ജീവൻ രക്ഷിക്കാൻ ക്രിസ്ത്യാനികൾക്ക് അവസരമുണ്ടെന്ന് IS പറയുന്നു. നമ്മുടെ സഹോദരന്മാർ നമ്മുടെ കർത്താവായ രക്ഷകന് മുന്നിലല്ലാതെ മറ്റാർക്കും മുന്നിൽ മുട്ടുകുത്തുകയില്ല. ഇസ്ലാമിക തീവ്രവാദികളെ തടയുന്നതിനും ക്രിസ്തുവിലുള്ള നമ്മുടെ സഹോദരന്മാരെ പ്രതിരോധിക്കുന്നതിലും ട്രംപ് ഭരണകൂടം നൈജീരിയൻ സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുന്നതിൽ അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു.